ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഒരുപക്ഷെ LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ അവരുടെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള പ്രവേശത്തിന്റെ തുടക്കം. LDFലെ CPIMലെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവോടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ കണ്ണൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി ആകമായിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട കാഴ്ചകൾ, വാർത്തകൾ. ഒന്ന്, അപ്പുറത്തെല്ലാം സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ആണ്. LDFന്റെ പട്ടിക തയ്യാർ, സ്ക്വാഡ് തയ്യാർ. അതിന്റെ അമരത്തുള്ള നായകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ആളുണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയൻ ഏറ്റവും വലിയ എതിരാളിയാണ് കെ സുധാകരൻ. സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള വൈര്യം നമുക്കറിയാം. സുധാകരന് എപ്പോഴും അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെ തോൽപ്പിക്കണമെന്നാണ്. പിണറായി വിജയൻ ആ പത്രിക കൊടുക്കുന്നു. സുധാകരന് പത്രിക കൊടുക്കാനോ കൊടുപ്പിക്കാനോ കഴിയാത്ത വിധം പാർട്ടി കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു കാഴ്ച. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ ധർമ്മടത്ത് വീണ്ടും പത്രിക കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി LDFനെ നയിക്കാൻ പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു. ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാവുക, പിണറായി 3.0, അതാണ് LDFന്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം എന്നത് കാണുക. എന്തായാലും ഇത് ഒരു രണ്ട് വാർത്തകൾ, ഒരു വാർത്താ ചിത്രം, മറ്റൊന്ന് വാർത്തയുമാണ്. എന്നാലും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക നൽകിക്കൊണ്ട് LDF ക്യാമ്പിനെ ആവേശപൂരിതമാക്കുന്നു. അദ്ദേഹം പത്രിക നൽകിയ ശേഷം സംസാരിക്കുമോ എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ സംസാരിച്ചേക്കാം. സാധാരണ നിലയിൽ അദ്ദേഹം അങ്ങനെ ബൈറ്റ് കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം വട്ടവും LDFനെ അധികാരത്തിലെത്തിക്കുക എന്ന വലിയ ദൗത്യത്തിന്റെ ഒരു തുടക്കമാണ്. അദ്ദേഹം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ടാണ് LDFനെ ഈ ഗോതയിലേക്ക് അദ്ദേഹം നയിക്കുന്നത് എന്നതാണ്. ധർമ്മടത്ത് വെല്ലുവിളികളില്ലാത്ത വിജയം 2 തവണയും നേടിക്കഴിഞ്ഞ അദ്ദേഹം ഇപ്പോൾ 3ാം തവണ മത്സരിക്കുന്നു എന്നുള്ളതാണ് ധർമ്മടത്തെ കാഴ്ച. ധർമ്മടം CPMന്റെ ഉറച്ച, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ ഒരു കേക്ക് വാക്ക് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു മണ്ഡലമായിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. വളരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞ് അബ്ദുൾ റഷീദ് ഇപ്പോൾ അവിടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന്റെ ഒരു ഫിഗർ നോക്കുമ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ആദ്യമൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഞങ്ങളവിടെ ഭയങ്കര സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ പോകുന്നു, ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കും എന്നൊക്കെയുള്ള കഥയും പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ നിലയ്ക്കുള്ള ഒരു സീനിയറിനെ അവിടെ മത്സരിപ്പിക്കാൻ, ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയെ ധർമ്മടത്തിടാനൊന്നും കോൺഗ്രസ് തയ്യാറായില്ല. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിന്റെ ഷുവർ സീറ്റിൽ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ പലയിടത്തും തീരുമാനിക്കാൻ അവർക്ക് പറ്റാതിരിക്കെ ധർമ്മടത്ത് ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി വരുമോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. എന്തായാലും നിഷാദ് പരമാവധി കോൺഗ്രസിനെ ട്രോളാൻ പറ്റിയ ദിവസമല്ലേ ഇത്? കോൺഗ്രസ്സുകാർക്ക് തോന്നണ്ടേ ഞങ്ങൾക്ക് ജയിക്കണമെന്ന്? അവർക്ക് തോന്നുന്നില്ല, പിന്നെ നാട്ടുകാർക്ക് തോന്നേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ വഴി തുറക്കുകയാണെന്ന് സന്ദേശം കൊടുക്കണമല്ലോ. അതൊന്നും ധർമ്മടത്ത് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അബ്ദുൾ റഷീദിന്റെ രാഷ്ട്രീയത്തെയും കരിയറിനെയും അദ്ദേഹത്തിന്റെ തളിപ്പറമ്പിൽ ആണ്. അതിന് മുമ്പ് അബ്ദുൾ റഷീദ് ഇതിനു മുമ്പ് കോടിയേരിക്കെതിരെയൊക്കെ മത്സരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മത്സര ചരിത്രത്തെ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ടസ്റ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഒരു നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. LDFിലെ ആദ്യ പത്രിക മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ആദ്യ പത്രിക എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. അല്ല, മറ്റ് പത്രികകൾ കൂടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. എനിവേ, രാഷ്ട്രീയ രംഗത്ത് ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് നടക്കുന്നത്. 23 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. LDFിന്റെ പക്ഷത്ത് നിന്ന് അവരുടെ ക്യാപ്റ്റൻ തന്നെ ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നൊരു കൗതുകം ഇതിനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നൂടെ കൂട്ടി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 3 പ്രവൃത്തി ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ഇനിയിപ്പോൾ സർക്കാർ ഓഫീസുകൾ അവധിയുള്ള ദിവസമുണ്ട്, ഒരു സൺഡേ ഉണ്ട്, ഈദുൽ ഫിത്തറിന്റെ അവധിയുണ്ട് അല്ലേ, ഈ 2 ദിവസം. അപ്പം ഇനി 3 പ്രവൃത്തി ദിവസം മാത്രമേ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുള്ളൂ.
അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ, അവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് 3 സെറ്റ് പത്രിക തയ്യാറാക്കാനുള്ള സമയമെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് കഴിയട്ടെ എന്ന് വിചാരിക്കും. ഇതൊക്കെ എഴുതി പൂരിപ്പിച്ച് ഉണ്ടാക്കണം, തെറ്റിപ്പോയ പത്രിക തള്ളിപ്പോവുകയും ചെയ്യും. അപ്പൊ ഈ പത്രിക പൂരിപ്പിക്കാനുള്ള സമയമെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് കിട്ടുമോ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അങ്ങനെ ഒരു നിഷാദ്, മറുവശത്ത് തീരുമാനമാകാതെ കിടന്ന പലതിലും ഇപ്പൊ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ കൊച്ചി പിഷിയാസ് തന്നെയാണ് എന്നുള്ള സൂചനയുണ്ട്, അതുപോലുള്ള. പക്ഷേ ഏറ്റുമാനൂര് പിന്നെ അവിടെ വന്ന നേരത്തെ തയ്യാറെടുത്ത വാഴയ്ക്കിന് മടങ്ങേണ്ടി വന്നിരിക്കുന്നു, പുതിയൊരാളെ വച്ചിരിക്കുന്നു. എനിവേ, ഇപ്പോഴത്തെ വാർത്താ ചിത്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക ധർമ്മടത്ത് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ധർമ്മടം തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ ഉണ്ടായ റോഡ് ഷോ തന്നെ ആളുകളെ, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രവർത്തകരെ, CPM പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. ഒരു പോസിറ്റിവിറ്റി ആണ് ഇത്തവണ CPM മുന്നോട്ട് വയ്ക്കുന്ന, ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന ഘടകം. കാരണം കേരളം മുന്നേറിയിരിക്കുന്നു, കേരളം വികസിത കേരളമാണിത്. ഇനി കൂടുതൽ വികസിക്കാനുള്ള അവസരം LDF-ലൂടെ തന്നെ നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വികസനമാണ് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് LDF ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ആ നേതൃത്വത്തിന് കീഴിലാണ് ഇനി ഓരോ യന്ത്രവും ചലിക്കേണ്ടത് എന്നുള്ളതാണ്.